ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഉള്ള, അതായത് ഒരു സ്വർഗ്ഗഭൂമി പോലെയുള്ള ഒരു പൂന്തോട്ടത്തേക്കാണ് ഞങ്ങൾ 5 പേര് കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. അവിടെ നമ്മളെ കാണാനും സംസാരിക്കാനും ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒന്നും ചെയ്യുന്നില്ല. നമ്മളെപ്പോലെ കോളേജിൽ നിന്നും അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ അറിഞ്ഞിട്ട് ഒക്കെ വരുന്ന ആൾക്കാരാണ് ഇവിടെ ഹെൽപ്പായിട്ട് അവർക്ക് സഹായം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും മനസ്സിൽ നമ്മുടെ അമ്മയാണ്, നമ്മുടെ അച്ഛനാണ് എന്നുള്ളത്, നമ്മളും നാളെ ഒരു അച്ഛനാണ് അമ്മയാണ് എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ഓരോ കൈകളും, അത് വലിയ തുകയാവണം ചെറിയ തുകയാവണമെന്നൊന്നുമില്ല, ഒരു ചെറിയൊരു തുക പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കുന്നിക്കുരു മതി വലിയൊരു മലയായി മാറാനും, അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ വലിയൊരു മല സമ്പാദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അതുപോലെ ഇവർക്ക് ഒരു കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ എവിടുന്നാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ഫർഷാന, ഞാനും ഫർഷാന തന്നെയാണ്. കുറേ അമ്മമാരെ അച്ഛന്മാരെ കാണാനും പരിചയപ്പെടാനും ഞങ്ങളോടൊക്കെ കൂട്ടുകൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വരാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാ വിശേഷങ്ങളും ഞങ്ങൾക്ക് അറിയണം, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയണം. കുറച്ച് നേരത്തെ സംസാരങ്ങളും ചിരികളും കളികളായിട്ട് ഞങ്ങളെ മക്കളെ മാതിരി ഞങ്ങളോട് ഇങ്ങോട്ട് തിരിച്ചു വർത്താനം പറയണം, അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഉണ്ടാവില്ലേ? സന്തോഷമായിട്ടിരിക്കുമല്ലേ എല്ലാവരും? നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ചിരിച്ച് കളിച്ചിരിക്കുക. ഞങ്ങൾ കൂടാനാണ് കേട്ടോ. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ കണ്ടു. ഇന്ന് നിങ്ങൾക്ക് പിന്നെ ആരില്ല എന്നുള്ളൊരിതൊന്നുമില്ല, ഞങ്ങൾ 5 മക്കള് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവരും സന്തോഷത്തോടു കൂടി ഞങ്ങളെ കൂടെ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാം ഇതാക്കിയിട്ട് ചെയ്യണം അല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അതേപോലെ തന്നെ ഒരു ചെറിയൊരു പാട്ട് പാടിയാലോ? ഞാൻ പാട്ട് പാടുന്ന ആളൊന്നല്ല, എന്നാലും കേട്ടോ. ഉറങ്ങുന്ന ആൾക്കാർ ഒന്നും കൂടി ഉറങ്ങുമോ? ഇല്ലല്ലോ. മനസ്സിൻ മടിയിലെ മാം തളിരേ മയങ്ങൂ മണിക്കുരുന്നീ കനവായി മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലുളി മായുമ്പോൾ എന്നെന്നും കുളിരണമൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ പഴയെ പോരുന്നു. നീനുമീ നമ്പരം കേൾക്കുവാൻ ഞങ്ങളീ അങ്ങകലേ. മഞ്ചേരിക്കാരവർക്ക് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഹൈഫ് അക്കാദമിൻ്റെ കീഴിലാണ് ഞങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയിട്ടാണ് വരുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവർക്കും ഉഷാറില്ലാത്തത്? ചായ അടിച്ചില്ലേ? എന്താ സൗണ്ടിൽ പറഞ്ഞത്? കുടിച്ചോ? എന്തേലും കടി? ഇന്നെന്തേലും കടി? കൂട്ടോ? എല്ലാവരും കഴിച്ചില്ലേ? അപ്പം ഞങ്ങൾ എന്തെങ്കിലും വന്നാലറിയോ? ഞങ്ങളെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എൻ്റെ പേര് സമീറ, ഞാൻ പത്തപ്പിരിയം കണ്ണാടപ്പറ്റ എന്ന സ്ഥലത്തുനിന്ന് വരുന്നത്. ഞങ്ങൾ പഠിച്ചത് കോഴിക്കോട് ഐസിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കൂലേ? ഇത് ഞങ്ങൾ നിങ്ങളെ സന്തോഷങ്ങളും സങ്കടവും ഒക്കെ പങ്കുവെക്കാനാണ് വന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂലേ? പിന്നെ നമുക്കിന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നല്ല സന്തോഷമായിട്ടാണ് പോകണം. പോകണ്ടേ?
ആർക്കും ഒരു ഇഷ്ടമല്ല. അപ്പൊ ഉറങ്ങിയാണല്ലോ. എന്താ വെച്ചേ? കുട്ടിക്ക് കറി പഴം. നിങ്ങൾ ഈ നേരത്തെ ഉറങ്ങലുണ്ടോ? എല്ലാരും ഉറങ്ങുന്നുണ്ടല്ലോ. പുട്ട് കഴിച്ചിട്ട് ആ തള്ളല് കേൾക്കണേ കാണില്ലല്ലോ. ഇന്ന് പുട്ട് കഴിച്ചതോണ്ടാ മയക്കം? ആ ചേച്ചി ഞങ്ങള് ഹൈറ്റ്സ് അക്കാഡമിയില് കൗൺസിലിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രെയിനിങ്ങിനായിട്ട് വന്നതാണ്. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓരോരുത്തരായിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ. നാടൻ പാട്ടാണോ പാടുന്നാണ്? തിരുവാതിര വെച്ചാലോ? പണ്ട് കളിച്ചിട്ടില്ലായിരുന്നോ തിരുവാതിര? പാട്ട് തിരുവാതിര വിളക്കൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടോ? അല്ലേ? നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ ഒരു പാട്ട് പാടിയാൽ മതി. അപ്പൊ പേര് പറയൂ. അച്ഛന്റെ പേര് പാടുന്ന ഒരാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഉഷാറ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടൊക്കെ പാടിയേ. പേരെന്താ? എന്താ ചെയ്യാ? പേര് പറഞ്ഞാണ്. എന്നാ ഞങ്ങൾ പാട്ട് തന്നെ ഡാൻസ് കളിച്ചില്ലേ? നല്ല ഉഷാറായിരിക്കണേ. നിങ്ങൾ പാട്ടാടുമല്ലോ. നിങ്ങൾ പാട്ടോ? പാടോ? ഇല്ലേ? അപ്പൊ ഡാൻസ് കളിച്ചോ? നിങ്ങൾ ഡാൻസ് കളിച്ചോ? പാട്ടിട്ട് പാട്ടൊക്കെ ഡാൻസ് കളിച്ചില്ലേ? അപ്പൊ നമുക്ക് കളിക്ക് നോക്കല്ലേ? ആണെങ്കിൽ അമ്മതവിടെ നിങ്ങൾ പാടുമോ? ആ പാടുന്നു. ഏത് വേണമെങ്കിലും ഏത് പാടും? മഞ്ജു. എവിടെ സ്ഥലം? പ്ലേസ്? മലയാളം. ഡൽഹി. എന്താ ഒരു ഹിന്ദി സോങ് പാടും. ना कोई उमंग है ना कोई तरंग है मेरी जिंदगी है क्या एक कटी पतंग है പഠിച്ച് ഉദ്യോഗം പഠിച്ച് സുൽത്താൻ വരും അതുവഴിക്കാരൻ പുതുമണവാൻ ഇക്കാതിലൊരുങ്ങി വരും വിളിക്കുമ്പോ പറന്നു വരും അത് കഴിഞ്ഞവരുമായി സുഗന്ധത്തിലിരിക്കുമ്പോൾ ഇക്കാതെ നമ്മുടെ സ്ഥാപന ട്രസ്റ്റിന്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം. നമ്മുടെ മലപ്പുറം ജില്ലക്കകത്ത് ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് പത്തനാപുരത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനം എന്ന് പറയാൻ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഒരു പിരിവോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടാൽ തന്നെ അറിയുന്നത് ഇപ്പൊ കുറെ വഴി കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇതിനായിട്ട് ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ കേരളത്തിൽ ചെറിയൊരു ബോർഡേ വെച്ചിട്ടുള്ളൂ. ഇവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ്, നിങ്ങളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനായിട്ട് നമ്മളൊരു പിരിവോ കാര്യങ്ങളോ ഒന്നും നടത്തണില്ല. ഒരു റെസിപ്റ്റ് അടിച്ച് വിതരണം ചെയ്യേ, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യേ ഒന്നുമില്ല. ഇവിടെ വരുന്ന ആൾക്കാരുടെ നല്ല മനസ്സുള്ള ആളുകളെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. 6 വർഷം കഴിഞ്ഞു ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷമാണ്. ഇതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഇനിയും ഇതുപോലെയുള്ള സഹായങ്ങൾ നിങ്ങളെ പോലെയുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് കുറേ വീഡിയോസുകളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ സ്റ്റാറ്റസ് വെച്ച് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ, ഒരു 10 ആൾ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും തോന്നുമല്ലോ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കട്ടെ എന്നുള്ളത് തോന്നുമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിന് നിങ്ങളാലാവുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവും എന്നുള്ളത് മാത്രം പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മമാരോട് പറയാനുള്ളത്,
ഈ മക്കൾക്ക് എല്ലാവിധ ആരോഗ്യ സൗകര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഗാന്ധിഭവൻ കുടുംബത്തിന്റെ പ്രാർത്ഥന എന്തായാലും വെറുതെ ആവില്ല. എല്ലാവർക്കും എല്ലാവിധ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന കേട്ടോ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകയുമായിതാ ഞങ്ങൾ. ജഗദീശ്വരാ മാണിക്യമലരായ പോയി മകളിയാതെ കവിതവി ഞങ്ങള് വന്നീന് നിങ്ങളെയൊക്കെ ഒന്ന് അഭിപ്രായം കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങള് ചോദിക്കാനും കൂടിയാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. ഞങ്ങൾ വന്നിട്ട് ഇന്ന് എല്ലാവരും ഹാപ്പി ആയോ? എല്ലാവർക്കും ഞങ്ങൾ വന്നിട്ടില്ല സന്തോഷം ഉണ്ടായിരുന്നോ? മഞ്ജു ആന്ന് പറ. മഞ്ജു ആ പറയ്. ഞങ്ങള് വന്നിട്ട് നിങ്ങക്ക് ഞങ്ങളൊരു മക്കള് വന്ന ഒരു ഫീല് തോന്നിയോ? നമ്മളൊരു വീട്ടിൽ വന്ന് ഒരു അന്തരീക്ഷല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞങ്ങള് സന്തോഷം നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരും അതേപോലെ തന്നെ ഇനിയും ഞങ്ങള് അങ്ങേയറ്റം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങളെ ഇടക്കിടക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വരും കേട്ടോ. വരണ്ടേ? സന്തോഷല്ലേ? നിങ്ങളെല്ലാരും സന്തോഷല്ലേ ഞങ്ങൾ വരുന്നത്? എന്താ ഫുഡൊന്നും കഴിച്ചിട്ടൊരു എനർജി ഇല്ലല്ലോ. ഞങ്ങൾക്കൊരു പാട്ട് നിങ്ങൾ പാടി തരാമോ? ഞങ്ങളിപ്പോ അല്ല നാടൻ പാട്ടൊക്കെ പാടാൻ അറിയാലോ അല്ലേ? അമ്മ കണ്ടില്ല ഉറങ്ങാണ്. അമ്മ രാവിലെ വന്നപ്പോഴേ ഉറങ്ങിക്കൊണ്ടാണല്ലോ. നിങ്ങളെ കാലത്തിലെ പാട്ടൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഈ ജനറേഷനിൽ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനൊക്കെ വേണ്ടിയിട്ടല്ല അപ്പൊ ഞങ്ങൾ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് പാട്ട് കേൾക്കണ്ടേ? ഞങ്ങളൊക്കെ വരണേ നമുക്ക് പാടണ്ടേ? എല്ലാരും ഒന്ന് പാടണ്ടേ? എത്ര ഗാനങ്ങളുണ്ട് നല്ല നല്ല പാട്ട്. ആ എന്നാ അച്ഛൻ്റെ അടുത്തൊക്കെ കൊടുക്കേട്ടോ. ഏതാണ് ചന്ദ്രികയിലല്ല മനസ്സിലാകൊന്നുമില്ല. എന്നാലും പാട്ട് ഉഷാറായിട്ട് പാടും. കുറെ നല്ല നല്ല പാട്ടറിയാം, പഴയ പാട്ടുകൾ. ആ ആടുന്നു മഞ്ജുകൾ കവിരം സഞ്ജകമേറിയ യൂസഫ് നബിയിൽ അവിടുത്തെ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് രാമകൃഷ്ണൻ. താമസക്കോട് തന്നെയാണ്. വീട് ഇതിൻ്റെ ബാക്കിലാണ്. റോഡ് ഞാൻ ഞങ്ങൾ വൈകുന്നേരം നിൽക്കും. 2 പേരും വൈഫ് കുട്ടി മോനാണ്. ഞങ്ങൾ 3 ആളും ഇവിടെ വൈകുന്നേരത്ത് ഉണ്ടാവും. പെട്ടെന്നൊക്കെ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നാലൊക്കെ കൊണ്ടുപോകാനും ഞാനൊക്കെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് കൊണ്ടുപോകും. ആദ്യം കുറേ വണ്ടി ഇട്ടിരുന്നു. വണ്ടിയൊന്നുമില്ല. പുറത്തുനിന്ന് വണ്ടി ഇപ്പോൾ ഓട്ടോ വിളിച്ചാൽ നമ്മളെ അടുത്തുള്ള ചെക്കന്മാരനെ ഡ്രൈവർമാരൊക്കെ ഓട്ടോക്കാരൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിഷയം. ഇതില്ലേ ഇനി പാട്ട് ഡാൻസൊക്കെ
നിങ്ങൾ പാടും